വിവാഹത്തിലൂടെ പ്രണയത്തിൻ്റെ ഗിരിനിര കീഴടക്കി എന്ന് നീ വിശ്വസിക്കുന്ന ജോസും ഓമനയും. ഷുവർ, ഞാൻ വിളിക്കാം. ഐ ടു ലവ് യു. ജോസ് വന്നു തോന്നുന്നു. ഗുഡ് നൈറ്റ്. ബൈ. ഞാൻ വീട്ടിലെത്തി. നാളെ വിളിക്കാം. ഐ ടു മിസ് യു. ലവ് യു. ഗുഡ് നൈറ്റ്. ഐ എം ഹോം. വെൽക്കം ഹോം. നിന്റെ പണം അപഹരിച്ച അജയ് നമ്പ്യാർ. നമ്പ്യാർ എവിടെയുണ്ടെന്ന് നോക്ക്. പറയാൻ കഴിയാതെ പോയത് പറയാൻ നിനക്കൊരവസരം കൂടി. ഓ, താങ്ക് യു സോ മച്ച്. അതെ, ഇന്നലെ എല്ലാം കഴിഞ്ഞു. ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. യെസ്, തരുണിനെ സെറ്റിൽ ചെയ്തു. ആൻഡ് ഐ സെഡ് ഗുഡ് ബൈ ടു ഹിം ഫോർ എവർ. ഓക്കെ, call you when I reach തൃശ്ശൂർ. ബൈ. സോ നാളെ പോവല്ലേ? അതെ, പോയി കയ്യോടെ പ്രാഞ്ചിയേട്ടൻ ദ ഗ്രേറ്റിന്റെ കമ്മിറ്റ്മെന്റ് തീർക്കും. നൗ ഐ ക്യാൻ റീപേ ദ എമൗണ്ട്. കൂട്ടത്തിൽ രാജകീയമായ ഗൃഹപ്രവേശനവും നടത്തും. എന്റെ സ്വന്തം വീട്ടിലേക്ക് വിത്ത് പ്രൈഡ് ഞാൻ കയറും. ഒരു കാര്യം കൂടെ ഉണ്ട്. സാക്ഷാൽ അരിപ്രാഞ്ചിയുടെ മുഖത്ത് നോക്കിയോ നോക്കാതെയോ ഞാൻ ചോദിക്കും, വിൽ യു ബി മൈ മാൻ? മാപ്പിള എസ് എന്നാ പറഞ്ഞ ഞാൻ പ്രാഞ്ചിയേട്ടന്റെ കൂടെ ജീവിച്ച് തീർക്കും എന്റെ ലൈഫ്. കണ്ടല്ലോ, ഇത്രയ്ക്ക് വിചിത്രമാണ് സത്യം. പലപ്പോഴും നമുക്ക് പിരിയാറായി പ്രാഞ്ചി. നിനക്ക് ശുഭരാത്രി. പുറത്ത് കാറിൽ കിടന്നിറങ്ങുന്ന പോളിയെയും കൊണ്ട് നീ വീട്ടിലേക്ക് പോ. അതിനു മുമ്പ് ഞാൻ അവനൊന്ന് വിളിച്ചിട്ട് വരട്ടെ. പുണ്യാളിൽ അവന്റെ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിക്കണം. അപ്പൊ അവന്റെ വിഷമം മാറും. അവൻ പഠിച്ചു മിടുക്കനാവുകയും ചെയ്യും. നീ നൽകാൻ പോകുന്ന സ്നേഹം മാത്രം മതി അവൻ മിടുക്കനാവാൻ. എന്നാലും പുണ്യാളിനെ ഇത്ര അടുത്ത് കിട്ടിയ സ്ഥിതിക്ക് ഒരു 2 മിനിറ്റ് ഞാൻ അവനെ കൊണ്ട് ഇങ്ങോട്ട് വേഗം വരാം. പറഞ്ഞിട്ട് കാര്യമില്ല ഇഷ്ട. നിങ്ങൾ മലയാളികള് ഓസിന് അനുഗ്രഹം കിട്ടുമെങ്കിൽ അരകാലം വിടാൻ റെഡിയായിട്ടുള്ളവരാണ്. ഗുരുവായൂർക്കോ വേളാങ്കണ്ണിക്കോ തൊഴാൻ പോണ കൂട്ടുകാരനോട് നമ്മുടെ കാര്യം കൂടെ അന്നവിടെ പറയണേ ഗടി എന്ന് പറയണ ചീങ്കണ്ണികളല്ലേ. അനുഗ്രഹം കുപ്പിയിലോ പാക്കറ്റിലോ കിട്ടുന്ന ബോർഡ് കണ്ട അപ്പ അവിടെ കയറി ക്യൂ നിൽക്കും. ചെല്ലടാ, വിളിച്ചിട്ട് വാ. ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. പോളിയെ, ഒന്നിങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വായോ. പുണ്യാളാ, 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 എങ്ങടാ പോയേ? എന്തേ ആരീ തരണേ? പുണ്യാളിനെ ഇതെന്ത് പണിയായി കാട്ടിയേ? ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? ഡാവ് കാണാൻ വന്നിട്ട് അപ്പോഴേക്കും പോയി. ആര് വെയിറ്റ് ചെയ്തില്ലെന്ന്? പുണ്യാളൻ, ഫ്രാൻസിസ് പുണ്യാളൻ. നിനക്ക് യോഗ ഇല്ലടാ പോളി. അനുഗ്രഹം മേടിക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ. ഒരു സാക്ഷി ഉണ്ടാവാറുന്നു നീ കൂടെ കണ്ടിരുന്നെങ്കിൽ. എന്തൂട്ട് കണ്ടുന്നാ? ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ സിസിയിലെ സെയിന്റ് ഫ്രാൻസിസ് പുണ്യാളൻ. പഠിക്കല്ലേ? പുളുവാ ഞാനാ. എന്തൊട്ടിന്? ചത്തുപോയ കാരണവന്മാരെ കല്ലറയുടെ മുകളിൽ കാണുന്നു. പിന്നല്ലേ പുണ്യാളിനെ കാണുന്നത്? ചത്തുപോയവരെ കല്ലറയെ മുകളിൽ കണ്ടുന്നാ? ആ. അപ്പൊ പിന്നെ ഒരു സ്വർഗത്തേക്ക് നരകത്തേക്ക് പോണ്ട അവിടെ താമസാ? ഞാനേ നിന്നെ എന്റെ മകനായിട്ട് എന്റെ അവകാശമായിട്ട് ഏറ്റെടുക്കുന്ന് പുണ്യാളിനോട് പറഞ്ഞു. ആളതിന് സമ്മതിച്ചു. അതിന് ശേഷം നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ അങ്ങോട്ട് വന്നേ.
ആ ചാൻസാ പോയില്ലേ. പുണ്യാളന്മാര് ഭൂമിയിൽ വരില്ല എന്നാ നീ പറയണേ. അങ്ങനെ വരാൻ അവർ തയ്യാറായിരുന്നെങ്കിൽ ഏതെല്ലാം ദുരിതങ്ങൾ അവർക്ക് തടയായിരുന്നു. തെറ്റിലേക്ക് പോകുന്ന മനുഷ്യനെ പിന്തിരിപ്പിക്കായിരുന്നു. ഡാ നീ പള്ളിക്കകത്താ നിക്കണേ. നീ ആരാണ്ടാ നിരീശ്വരവാദിയാ എന്ന് ഞാൻ പറയില്ല. മാത്രല്ല ഞാൻ പുണ്യാൾ കണ്ടിച്ചുണ്ട്. നീ എവിടെ കണ്ടു? ദേ എന്റെ ഉണ്ണീക്കണു. ഇപ്പൊ പ്രാഞ്ചേട്ടൻ എന്റെ പുണ്യാളൻ. അങ്ങനെ നല്ല മനുഷ്യന്റെ രൂപത്തിലാ പുണ്യാളന്മാര് ഭൂമിയിലേക്ക് വരിക. നീയേ അവനവനാവണ വർത്താനം പറഞ്ഞ മതിട്ടാ. വന്നേ, അടുത്തവണ നീ SLC എഴുതി പാസ്സാവണട്ടാ. ഞാൻ പാസ്സാവും. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി തന്നെ പാസ്സാവും. നന്നായി. നീ നിന്നെ ഞാനൊരു അപ്പന്റെ സ്ഥാനത്ത് നിന്നാ വളർത്താൻ പോണേ. അത് മറക്കണ്ടട്ടാ. ഒരു ചോദ്യം ചോദിക്കട്ടെ? നീ ആ പണ്ഡിറ്റ് മാഷെടുത്ത് ചോദിക്കണ മാതിരി കൊസ്രാക്കുള്ളി ചോദ്യം എന്റെ അടുത്ത് വേണ്ടട്ടാ. ഇതൊന്നല്ല. പ്രാഞ്ചേട്ടൻ SLC പാസ്സായിട്ടാ? ഇല്ല. എന്തേ? അല്ലാഞ്ഞിട്ട് എനിക്ക് എന്താ പറ്റിയേ? ഇല്ല. പക്ഷെ അടുത്ത ആൻസർ നമുക്ക് ഒരുമിച്ച് എഴുതിയാലോ? നമുക്ക് ഒരുമിച്ച് പഠിക്കാന്നേ. ഇതിപ്പോ അങ്ങനെ ആന കാര്യമൊന്നല്ല. വേണ്ടടാ, ടച്ചൊക്കെ പോയില്ലേ. നീ എന്തുട്ടായി പറയണേ? അതിനല്ലേ ഞാൻ നമ്മക്കൊരുമിച്ചൊരു പിടിയും പിടിക്കാന്നേ. നടന്ന സംഭവം നടക്കുന്നേ. പക്ഷേ ഹിന്ദി ഊർജന്തരം കോപ്പി അടിക്കേണ്ടി വരും. വളഞ്ഞൊഴി ചിന്തിക്കലട്ടാ. നമുക്ക് അധ്വാനിച്ച് നേടാന്നേ. എന്താ പുണ്യാളോ, ഞങ്ങളെ അപ്പനും മോനും കൂടെ ഒരു പരീക്ഷ എഴുതാൻ പോവാട്ടാ. ഒരാൾ ദ ബെസ്റ്റ് പറഞ്ഞേ.